റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CPI-യിൽ നേതൃമാറ്റമില്ല. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരും. അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് PP സുനീർ തുറന്നേക്കും. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാറി നിൽക്കണമെന്ന ആഗ്രഹം സുനീർ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ആവശ്യം അംഗീകരിച്ചേക്കില്ല. അസിസ്റ്റന്റ് സെക്രട്ടറിയായ E. ചന്ദ്രശേഖരൻ പ്രായപരിധി കഴിഞ്ഞതിനാൽ മാറും. സ്ഥാനത്തേക്ക് R. രാജേന്ദ്രനോ മുല്ലക്കര രത്നാകരനോ വന്നേക്കും. സെപ്റ്റംബർ 9 മുതൽ 12 വരെ ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ബിനോയ് വിശ്വം തുടരും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആരൊക്കെയാകും പുതിയ മുഖങ്ങൾ, ആരൊക്കെയാകും മാറുക? സ്മൃതി, CPI ജില്ലാ സമ്മേളനങ്ങൾ മിനിഞ്ഞാന്നാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തോടുകൂടിയാണ് അവസാനിച്ചത്. ഇനി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുകയാണ്. 9 മുതൽ 12 വരെ ആലപ്പുഴയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം. അതിന് മുന്നോടിയായാണ് നേതൃതലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, ആരൊക്കെ തുടരണം എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ നടക്കുന്നത്. അതിൽ ഉറപ്പായും നേതൃത്വത്തിനിടയിൽ ഒരു ധാരണയായിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം തന്നെ തുടരട്ടെ, അവിടെ മറ്റു പേരുകളോ ചർച്ചകളോ ഒന്നും വരേണ്ട കാര്യമില്ല എന്ന് ബിനോയ് വിശ്വത്തിനെതിരായ നിലപാടെടുക്കുന്ന ആളുകൾക്ക് പോലും മറ്റു പേരുകളൊന്നും മുന്നോട്ട് വെക്കാനില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നേതൃതലത്തിൽ അക്കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരട്ടെ എന്നതാണ് ആ തീരുമാനം. അസിസ്റ്റന്റ് സെക്രട്ടറിയായി PP സുനീറും E. ചന്ദ്രശേഖരനുമാണ് നിലവിലുള്ളത്. ഇതിൽ PP സുനീർ രാജ്യസഭാ അംഗമെന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള താല്പര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഡൽഹി കേന്ദ്രീകരിച്ച് CPI ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ അത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് E. ചന്ദ്രശേഖരനാണ്. E. ചന്ദ്രശേഖരൻ പ്രായപരിധി ഇതിനകം തന്നെ CPI-യിലെ 75 വയസ്സെന്ന പ്രായപരിധി കഴിഞ്ഞ് 77 വയസ്സിൽ E. ചന്ദ്രശേഖരൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് E. ചന്ദ്രശേഖരൻ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമെന്ന കാര്യം ഉറപ്പാണ്. പകരം 2 പേരുകളാണ് ഉയർന്നു വരുന്നത്. കൊല്ലത്ത് നിന്നുള്ള CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ R. രാജേന്ദ്രൻ്റെ പേര് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ മുല്ലക്കര രത്നാകരൻ്റെ പേരും സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ CPI-യുടെ ഒരു ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സെക്രട്ടറിയെ മാത്രമാണ് സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുക. അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി കോൺഗ്രസിന് ശേഷം ദേശീയ കൗൺസിൽ എടുത്തിട്ടാണ് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിൽ CPI-യുടെ അടുത്ത സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വരും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. നേതൃതലത്തിൽ അക്കാര്യത്തിൽ ധാരണയും ഉണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.